അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അപ്പമാണ്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരപ്പം. നമുക്ക് വീട്ടിൽ ചോറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ തന്നെ അധികം നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്ന സ്നാക്സാണ് ഉണ്ടാക്കുക. ഇതാവുമ്പോൾ നമുക്ക് കുക്കറിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇഡലി തട്ടിൽ പാത്രം വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ട് ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ആവി കയറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു ടൈം കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ കുക്കറിലാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് ചൂട് മാറിയതിന് ശേഷം മാത്രം അപ്പം കുക്കറിൽ നിന്ന് എടുക്കുക. നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ ശ്രമിക്കരുത്, കൈ പൊള്ളും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അരച്ച് കുറേ സമയമൊന്നും പൊങ്ങാൻ വെക്കേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും മധുരം അവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ശർക്കര ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ശർക്കര ചേർത്തുണ്ടാക്കാം, പഞ്ചസാര ചേർത്തുണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കരയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കപ്പൊടി, കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല. ആദ്യം നമുക്ക് ചോറ് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ശർക്കര ഒട്ടും തന്നെ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ഈ ചോറ് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശർക്കരയും കൂടി ചേർത്ത് അരയ്ക്കാം. പക്ഷേ കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. ഒരുപാടങ്ങ് വെള്ളമായി പോകരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പത്തിരിയുടെ പൊടിയാണ്. പത്തിരിയുടെ അപ്പത്തിൻ്റെയോ പൊടിയൊക്കെ എടുക്കുമ്പോൾ വറുത്തരിപ്പൊടിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും നമുക്ക് ആ പൊടിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് വറുത്തരിപ്പൊടി തന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചോറൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ചോറ് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ശർക്കരയും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് ചോറ് അരച്ചെടുത്തിട്ടുള്ളത്, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഈ ചോറിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മധുരം ഒന്ന് ബാലൻസ് ആയിക്കോളും. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇല്ല, അതിലും താഴെയുള്ളൂ കേട്ടോ. ഇതെല്ലാം ചേർത്ത് ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടി കുറച്ചായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ശർക്കരപ്പാനി ചേർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ആദ്യമേ വെള്ളം ചേർക്കേണ്ട. പിന്നെ പഞ്ചസാര ചേർത്തിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള ശർക്കരപ്പാനി ഇതുപോലെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആക്കിയിട്ടില്ല. ചെറിയ ചൂടിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്യുക. ഈ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് വ്യത്യാസം വരുത്താട്ടോ. ഞാനിപ്പോൾ ഒരു 75 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് ചെറിയൊരു മധുരമുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ശർക്കരപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ തേങ്ങ ചിരവിയത് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല.
ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ചേർത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത അരിപ്പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടൊന്ന് ചെറിയ ചൂടോടെ ചേർക്കുകയാണ് നല്ലത്. വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചേർത്താലും മതി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടും. ഇനി ഇതിൽ തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കാം, കാഷ്യൂനട്ട് ചേർക്കാം, അതുപോലെ റൈസിൻസ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നും ചേർക്കാതെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, നേരെ കുക്ക് ചെയ്തെടുക്കുക. ഇത് പാനിലും കുക്ക് ചെയ്യാം, നമുക്ക് കുക്കറിലും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കരപ്പാനിയോ ഇല്ല നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്, ഒരുപാടങ്ങ് ലൂസായും പോകരുത്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഞാനിനി മധുരം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മധുരം എനിക്ക് പാകമാണ്, ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ ഞാൻ ഇനി മധുരം ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി തിക്കായി വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി വറുത്തതായതുകൊണ്ട്. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെച്ചിരുന്നാലും തിക്കാവില്ല. പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മിക്സിങ് നന്നായിട്ട് മിക്സ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ആവാനാണ് നമ്മൾ ചോറ് അരച്ചതിലേക്ക് തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആയി കിട്ടണമെന്നില്ല, കുറച്ച് മിക്സ് ആയി വരാൻ സമയമെടുക്കും. ഇങ്ങനെ ആകുമ്പോൾ ആദ്യമേ എല്ലാം മിക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഇഡ്ഡലി തട്ടിൽ പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കില്ലേ, പ്ലേറ്റിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കില്ലേ, അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ ഗസ്റ്റിനൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ബാറ്റർ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ അതിന് മുകളിൽ കാഷ്യൂ നട്ട്സ് എടുത്ത് വയ്ക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ ഗ്യാസിൻ്റെ ചൂടനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ഇടാതെ കുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ഇടരുത്, വെയിറ്റ് എടുത്ത് മാറ്റുക. അപ്പോൾ ഇതാ ഞാൻ വെയിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന ബർണർ അനുസരിച്ച് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം എടുക്കാം കുക്കായി വരാനായിട്ട്. ഞാനിപ്പോൾ 10 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. ചെറിയ ബർണറിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സ്ക്യൂറോ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഞാനൊന്ന് തുറക്കാൻ പോവുകയാണ്. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്യൂറോ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ സ്ക്യൂറിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ പാനിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. ഇനി കംപ്ലീറ്റ് ചൂട് മാറിയിട്ട് ഈ കുക്കറിൽ നിന്ന് മാറ്റാം കേട്ടോ, ഉടനെ തന്നെ മാറ്റേണ്ട. പാനിലാണെങ്കിലും പാനിൽ തന്നെ ഇരിക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ബർണറിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ചൂടോടുകൂടി വീണ്ടും ഇരിക്കുമ്പോൾ വീണ്ടും അടിഭാഗം കൂടുതൽ കുക്കാവും. അപ്പോൾ ഓവറായിട്ട് കുക്കായി പോകാതിരിക്കാനായിട്ട് ഈ ചൂടിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുക. ചൂട് മാറിയിട്ട് നമുക്കിനി എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം നമ്മളിപ്പോൾ ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചിരവിയ തേങ്ങ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്.
അത് താല്പര്യമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യൂനട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യണമെന്നില്ല. ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൽ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അപ്പം ഉണ്ടാവുക. ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു എളുപ്പത്തിലുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കുറച്ചുകൂടി തിക്കായിട്ടുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ വട്ടം കുറഞ്ഞ കുക്കർ എടുക്കുക, അല്ലെങ്കിൽ വട്ടം കുറഞ്ഞ നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ള അപ്പം കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.